അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും. എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല? ഈ അച്ചാറും ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ. ബോംബെ കിട്ടും, പക്ഷേ ഇതിന്റെ രുചി വേറെയാ. അല്ല ഇതെന്തുവാ? അവലൂസ് പൊടി. പവിത്രന് വലിയ ഇഷ്ടാ. അതിൽ വെക്ക. പോകല് കണ്ടിട്ട് അമ്മ ബോംബെ തിരിച്ചു വരുന്ന ലക്ഷണം ഇല്ലല്ലോ. ഏയ്, സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാ ഏരിയ 2 ആഴ്ച. അതിനുള്ളിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും. ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും. അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്ക്. ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാമ്മേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ദേ ഇതും കൂടെ എടുത്തോ. ബാലകൃഷ്ണ ഒന്ന് സഹായിക്കടാ. ഒരു കൊച്ചു ബാഗ് എടുത്തോണ്ട് അവരങ്ങ് പോയി. ബാല, നീ സമയത്തിന് വല്ലതും കഴിക്കണേ. രാജാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലേ രേവതിയുടെ? അവളാ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും. ഞാനും വരാം സ്റ്റേഷനിലേക്ക്. കേറിക്കോ. അയ്യോ എന്റെ അയ്യോ, ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ചിരിക്കില്ലേ, എനിക്ക് മറന്നുപോയേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ഞാൻ പറയാവേ, മറന്നുപോയതാണ്. ഞാൻ പറയാവേ, ഈ പെരുമാവിനെ കെട്ടിയിട്ട് ഇതും പൊട്ടിക്കോ. ആരടി കിട്ടിയിട്ടുണ്ട്? പൂരിത്തം കെട്ടോളെ. പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക. എന്തുള്ള പുറപ്പാടാ? ഞാനല്ല, ഇവനാ. അയ്യടാ നിക്കണ കണ്ടില്ലേ? ഒരെണ്ണങ്ങട് വെച്ചേരാ വേണ്ടത്. പോയിക്കോടുന്ന അവിടെ നിൽക്കടാ. അവന്റെ കണ്ണടി മീശയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലടാ. ചെരച്ച് തന്തയുടെ മോന്തക്ക് കയറിയാണ്ടോ ചെറ. പോടാ 4 10 പൈസക്കാരൻ മനുഷ്യൻ നടക്കാൻ പറ്റാതെയുണ്ട്. കൊച്ചേ, നോക്കി നടന്നില്ലെങ്കിലേ വടിച്ചെടുക്കേണ്ടി വരും. നീയും ക്ഷമിക്കച്ചായ. പാവം അറിയാതെ പറ്റിപ്പോയതല്ലേ. അല്ലേ മോളെ? പോടാ. ചായ, ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിടും. മിടുക്കി, സ്മാർട്ട് ഗേൾ. ചൊക്ക എന്തൊക്കെ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നളിയാ. ഇവൻ നമ്മുടെ മച്ചമ്പി ജോസഫ്. ഹലോ, ഇത് മണ്ണുണ്ണി. മനസ്സിലായി? അല്ലല്ല, ബാലകൃഷ്ണൻ. പിന്നെ ഞങ്ങൾ ഇവന്റെ ഒരു ബിസിനസ് ആയിരുന്നു ഇറങ്ങിയതാ. നിന്നെയും കൂടെ കണ്ട് ചളമാക്കിയിട്ട് പോവാന്ന് കരുതി. തള്ളേ, നല്ല വിശപ്പ്. അമ്മ എന്തി ഉള്ളതൊക്കെ എടുത്ത് വെക്കാൻ പറ. അമ്മ ഇവിടെ ഇല്ല. ചേച്ചിയുടെ പ്രസവത്തിന് ബോംബെ പോയിരിക്കുക. തള്ളേ, വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി. അതും ചളവായോ? എടാ ജോസഫേ, എന്റെ ഇവന്റെ ഈ തടിയുണ്ടല്ലോ, പകുതിയും മേലൂർ ഇവന്റെ വീട്ടിൽ നിന്ന് ഓസിയിട്ടുള്ള ശാപ്പാടടിച്ചതാ. അപ്പൊ ബാക്കി പകുതി തമാശകള. പിന്നെ തന്നെത്താനെ വെച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ എന്ത് വേണോ കഴിക്കാം. തള്ളേ, അത് മതി. ഇവനുണ്ടല്ലോ ജോസഫ്, ഒന്നാം തരം കുക്കാ. പിന്നെ നീ കുക്ക്. ഞാൻ ജോസഫ്. എടാ നീ ജോസഫ് കുക്ക്. നമുക്ക് ക്രിയാത്മായിട്ട് തുടങ്ങാം. 31, 32, 33, 34, 35, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 60, 61, 62, 63, 64, മൊത്തങ്ങളി എന്നെ ഓടുമ്പോ എന്റെ കൂടെ കൂടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ അടി നിങ്ങളുടെ വീടോടി നീ വെറുതെ എപ്പോഴും എന്റെ അടുത്ത് വഴക്കിന് വരുന്ന
നോക്ക്, നിന്റെ ഉടുപ്പൊക്കെ ഞാൻ വലിച്ച് കീറടി, നിന്റെ പക്കറ ഉടുപ്പൊക്കെ ഞാൻ വലിച്ച് എന്താ എന്താ കീറുന്നു. എന്താ പ്രശ്നം എന്താ രവതി? ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ ഊതുമ്പിനൊക്കെ ഊതി പറപ്പിച്ച് എന്നെ അത്രേ ഉള്ളൂ. ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വലിയ ഉറുമ്പിനെ പിടിച്ചുതരാം. നീയാണ് അവിടുത്തെ ചട്ടമ്പി അടിച്ചിന്റെ മോള് വാ. നോക്കി നീ കളിക്കാൻ വായേ. നീ എല്ലാം കളിക്കും, നീ എല്ലാം തോറ്റു കാണുന്ന അവളെ മത്തം കളി. കറിഞ്ഞോ കറിഞ്ഞോ. നീ കബീഷടി, നീ വാട്ട കളിക്കാൻ വാട്ട. ഒരൊറ്റ ജോക്കറില്ല, ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ. വന്നില്ല. എന്താണ് അല്ല ഇത് പ്രശ്നം എന്റെ ജോക്കറില്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്, എനിക്ക് ഒൻകാടാ. ആ വെച്ചോ വെച്ചോ വെച്ചോ. വാപ്പാ ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു പോകും. ഇത് മിഡിൽ സ്കൂട്ട് ചെയ്തു. നന്നായി. അതെന്നാ ഇത് കണ്ട് ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ? നോട്ടെ എന്റെ ഷീറ്റ് നോട്ടെ. ഞാൻ എന്റെ ഷീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ ഇത് അടിച്ച കൈയാണല്ലോ. അതെയോ? എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞാൻ ഞായറാഴ്ച കടയിലാണ്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും, അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ അത് പറ്റില്ല അക്ബർക്ക്. ഞാൻ സ്റ്റോക്ക് എടുത്തിട്ട് ഇപ്പൊ വരാം. ആരെല്ലാം തന്നെ. രാജേര, എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല, എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് വല്ലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ആ ചോദിക്കാം. രേവതിക്കുട്ടി, രേവതിക്കുട്ടി, രേവതിക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, രേവതി കുഞ്ഞേ, അവളെയും കാണുന്നില്ലല്ലോ. ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതിക്കുട്ടി, രേവതിക്കുട്ടി, ഇവളിത് എവിടെ പോയി? ഞാൻ കണ്ടു, ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇവിടെ വാ. നീ ഇത് എവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്, കൈ കാണിക്ക്. തുറക്ക്, തുറക്കാൻ. കൺമഷി. മറ്റേ കൈ കാണിര്. തുറക്കടി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. ഒരുക്കായിരുന്നു? എന്നിട്ട് ചിന്നു എവിടെ? ആ എവിടെയെന്ന്? എന്തോ അവിടെ. വല്ല ഗുണമുണ്ടോ ഈ കൈനോട്ടത്തിൽ ആ ശീല വീണത്? തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു. ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ടിപ്പോ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. തള്ളേ, ഇവൻ ഡീസന്റാ? മണ്ണുണ്ണി ഡീസന്റാ. ഞാൻ ഡീസന്റ്. ഡാ ബ്രിഗേഡിയറുടെ മോള് ഓർമ്മയുണ്ടോടാ? അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് ചാകാൻ. അതുപോലെ അബദ്ധം എല്ലാവർക്കും പറ്റൂല. അത് ശരി, ഒരബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ശോശാമ്മയുടെ കാര്യോ? അത് മറ്റൊരു അബദ്ധമല്ലേ? ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. ആരും പഠിക്കാതെ ക്രിയാറ്റ് ഓരോന്നൂറ് ഒഴേ. അയ്യോ, മണി 7 ആയുള്ളൂ. അല്ലയാ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ട്. അയ്യോ, നിന്നെ പോലെ അല്ല തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം. മറ്റേ ഏത്? പറഞ്ഞേ. തന്നാരം. തന്നാരം തന്നാരെ പാടുന്നില്ല. വേണ്ട, നമുക്ക് മറ്റേ അടിക്കാം. ഏത്? തന്നാരും. ഇവിടെ പാടാൻ പറ്റത്തില്ല. ഇവിടെ പാടാൻ നമ്മൾ വെള്ളം അടിച്ചൊക്കെ പാടിട്ടിട്ട് ഇപ്പോഴും പാടും. പക്ഷെ ഇന്ന് പാടുന്നില്ല. തള്ള പാടും. പാടേ. പാടും. എന്റെ പൊന്നുകളെ പാടല്ലേ. പാട്. എവിടാ ശംസു? പുറത്തു പോയിരിക്കാ, ഇപ്പൊ വരും. ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാണിച്ചു കളിക്കാനറിയോ? ഇല്ല. നിനക്ക് എത്ര വയസ്സായി? 18. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ.
വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാബി അറിയുമ്പോഴാ പോകില്ലേ. എന്തു പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താൽ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോ ദേ വാപ്പ. നിന്റെ മുതലാളി വരും ചെയ്തൊന്നും നീ പഠിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ഷംസ് വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ ഇവിടെ ഇങ്ങനെ നിക്കട്ട, പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ഷംസു, ഷംസ് അവിടെ നിക്കുന്നു. അല്ല നിക്കണ അവിടെ, അവിടെ നിക്കാൻ. ഇവനാണ് ഞാളെ പറ്റിച്ചു പോവുക. അവിടെ നിക്കാനല്ലേ പറഞ്ഞോട്. അല്ല അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചതിന് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കണ അവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല എന്നെക്കാട്ടി എന്തിനും മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ പോലല്ല, നീ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ ഓടിവായോ. അല്ല രക്ഷിക്കണ്ടേ, ഞാൻ നിക്ക്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിളിക്കാം. സൈക്കിൾ ഇന്റെ രണ്ടേ സൈക്കിൾ ഇന്ന് ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്ക നമുക്ക്. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ ഡോക്ടർ സാറേ. അക്ബരക്കാ നട്ടുച്ചയ്ക്ക് പട്ടച്ചാരടിച്ച് വിറ്റായി പോയി. ഒന്ന് ഒരു മാറി ജീവൻ വേണമെങ്കിൽ മനുഷ്യന്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ആ ഓടി തന്നെ വരുന്ന ഞാൻ കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണം. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യൻ വരാം. അല്ല ഓരോ വില കടിച്ചു വരും പഠിച്ചോലെ. കാത്തു കുറച്ച് ഓറഞ്ച് ഓറഞ്ച് ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലാൻ പോണേ. ഓറഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നു. ഇനി ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവില്ലടാ. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല സൈക്കിൾ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല സൈക്കിൾ ചക്രം പോയാലും ശരി. അല്ല സഹോദരാ, ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നിരിക്കാ, ഒന്ന് പിടിച്ച് നിർത്തിക്കോളെ. ഓടി വരണേ, രക്ഷിക്കണേ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലും തരടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ആ ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ നീ പറ. ഹലോ. ഇത് ജോസഫ്, ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? പിന്നെ നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ തന്നെ ഓക്കെ. See you. See you. Okay. 1 2 3 മണ്ണുണ്ണി. നീ നിന്നെ ഇവിടെ. ആഹാ